വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഹായ് ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നും ചെറിയൊരു ഔട്ടിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. മക്കളുമായിട്ട് പുറത്തു പോയൊരു ദിവസത്തെ വീഡിയോ ആണ്. ഇല്ല, വെള്ളം മാത്രമേ എടുത്തോളൂ. എനിക്ക് നല്ല കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. എവിടെ കയറി റോഡിലൊന്നും ഒട്ടും തിരക്കില്ലായിരുന്നു. റോഡ് ഭയങ്കര വിജനമായിട്ട് കിടക്കുമായിരുന്നു. ഞങ്ങൾ പമ്പൊക്കെ നോക്കിയിട്ട് പമ്പും എല്ലാം അവധിയായിരുന്നു. പിന്നെ ഞങ്ങൾ ചവറ എത്തിയപ്പോഴാണ് പമ്പ് ഓപ്പൺ ആയത്. ഒരു 5 മണിയൊക്കെ ആയപ്പോൾ പമ്പെല്ലാം ഓപ്പണായി തുടങ്ങി. നമ്മൾ വീട്ടിൽ നിന്നൊരു 4 മണിക്ക് മുമ്പേ ഇറങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ വന്ന് ചായക്കടയെല്ലാം അവധിയായിരുന്നു. അപ്പം കൊല്ലത്തെത്തിയപ്പോഴത്തേക്കും നമ്മുടെ സുപ്രീം ഓപ്പൺ ആയിരുന്നു. അങ്ങനെ അവിടെ കയറി മക്കൾക്ക് കുറേ സ്നാക്സൊക്കെ മേടിച്ചു. രണ്ടുപേരും കൂടെ വണ്ടിയിലിരുന്ന് അടി കൂടിയിട്ട് മോളുടെ മുഖത്തൊക്കെ അപ്പൂസ് അള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് നേരത്തെ കണ്ടത്. അവന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഫുഡ് അടിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അവന് എങ്ങനെ എൻ്റർടൈൻമെൻറ്റിന് ഏതെങ്കിലും പാർക്കിൽ കൊണ്ടുപോവുക, കറക്റ്റായിട്ട് അവൻ ആഗ്രഹിക്കുന്ന സാധനങ്ങളൊക്കെ, അതായത് ഈ ജങ്ക് ഫുഡ്സ്, കേക്ക്, ബർഗർ അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇഷ്ടം. അല്ലാതെ ചോറും കറിയൊന്നും നമുക്കിഷ്ടമല്ല. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുക. അത് എല്ലാ പിള്ളേരും അങ്ങനെ ആയിരിക്കും. എന്നാലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. മേടിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ അതൊന്നും മേടിച്ച് തരത്തില്ല എന്ന് പറഞ്ഞപ്പം ചായ പിടിച്ച് അമ്മി പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഉമ്മയൊക്കെ തന്ന് എന്നെ സൈസാക്കുമായിരുന്നേ. അങ്ങനെ പിന്നെ എന്തായാലും ചായക്കടയൊന്നും കാണാഞ്ഞിട്ടാണ് നമ്മളിവിടെ കയറി. അന്നേരം അവർക്ക് ഇഷ്ടമുള്ള സാധനം മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രത്യേകം ഇവിടെ ജാപ്പനീസ് ക്രഞ്ച് എന്നും പറഞ്ഞ് സുപ്രീമിലൊരു സ്പെഷ്യൽ സാധനമുണ്ട്. ഇവിടെ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പം ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ ഞങ്ങൾ അവിടെ ചെക്ക് ചെയ്തപ്പോൾ അത് കിട്ടിയില്ല. അവിടെ സാധനങ്ങളൊക്കെ വരുന്നതേ ഉള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ അന്ന് ഹർത്താലായതുകൊണ്ട് അവർ ഓപ്പൺ ചെയ്യുന്നതേ ഉള്ളൂ. നമ്മൾ കയറി ചെല്ലുമ്പോഴേ അവർ തൂക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടില്ലേ. ഓപ്പണായി വരുന്നതേ ഉള്ളൂ. സാധനങ്ങളൊക്കെ സ്റ്റോക്ക് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് അലുവയൊക്കെ എടുത്ത് നോക്കിയെങ്കിലും മേടിച്ചില്ല. പിന്നെ നമ്മൾ ബട്ടർ കുക്കീസ്, അമൂലിൻ്റെ ബട്ടർ കുക്കീസ് അമൂലിൻ്റെ തന്നെ സ്റ്റോറിൽ നിന്ന് സാധാരണ മേടിക്കാറുണ്ട്. അപ്പോൾ അമൂലിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരുണ്ടെന്ന് പറഞ്ഞ്. അവരുടെ തന്നെ കുക്കീസ് നോക്കിയെങ്കിലും ബട്ടർ കുക്കീസ് ഇല്ലായിരുന്നു. ബട്ടർ കുക്കീസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പിള്ളേർക്കും കൈക്കും എനിക്കും ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ ബട്ടർ കുക്കീസ് കിട്ടിയില്ല. അങ്ങനെ പിന്നെ അമൂലിൻ്റെ കുക്കീസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന് നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ സാധനം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ അവിടെ നിന്ന് മേടിച്ച് വേറെ 1-2 സാധനങ്ങളൊക്കെ മേടിച്ചു. വാഫറും കാര്യങ്ങളൊക്കെ മേടിച്ച് മക്കൾക്ക് വേണമെന്ന് സാധനമെല്ലാം മേടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഓരോ സാധനം എടുത്തുകൊണ്ട് വന്ന് ഇക്കാലത്ത് മേടിക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. എന്നെ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് റിക്വസ്റ്റൊക്കെ ആയിട്ട് വന്നു. അപ്പം ആവശ്യമില്ലാത്ത സാധനമൊന്നും വേണ്ട, നമുക്ക് അത്യാവശ്യ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്തായാലും അങ്ങ് കൊണ്ടുവച്ച് പറഞ്ഞപ്പോൾ തന്നെ അതിന് പിന്നെ കുറച്ച് സാധനങ്ങൾ അത്യാവശ്യം മേടിച്ച് ഞങ്ങൾ അവിടുന്ന് ബില്ലടിച്ച് ഇറങ്ങി. അപ്പൂസിന് ചായ മേടിച്ച് കൊടുക്കാത്തതിൻ്റെ കെറുവിന് അപ്പോഴും തന്നെ അവിടുന്ന് കുക്കീസ് പൊട്ടിച്ച്
കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പൊട്ടിച്ച് ഞങ്ങളെല്ലാവരും കഴിച്ചായിരുന്നു. അവിടുന്ന് നേരെ പോയത് നമ്മളൊരു പള്ളിയിലോട്ടാണ്. പള്ളിയിൽ കയറി ഇക്ക നമസ്കരിക്കാതെയാണ് ഇറങ്ങിയത്. അപ്പോൾ ഇക്കക്ക് നമസ്കരിക്കാനൊക്കെ കയറി നമസ്കരിച്ച് ഇത് ഏത് പള്ളിയാണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ പോയിട്ടുള്ളവർ. അപ്പം നമ്മളെ കൊല്ലത്ത് തന്നെ പ്രശസ്തമായൊരു പള്ളിയാണ്. പള്ളിയിൽ പോയി നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി നമ്മുടെ തങ്കശ്ശേരി പാർക്കുണ്ടല്ലോ, പാർക്കിൽ കയറണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പോയപ്പോഴത്തേക്കും നിരാശയായിരുന്നു ഫലം. കാരണം അതിന്ന് അവധിയാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ലൈറ്റ് ഹൗസും ഉണ്ട്. അപ്പോൾ നമ്മൾ ലൈറ്റ് ഹൗസിലോട്ട് പോയി. ലൈറ്റ് ഹൗസിലോട്ട് ചെന്നപ്പോൾ അവിടെയും അടവ് തന്നെയാണ്, ക്ലോസ്ഡ് ആണ് കണ്ടത്. അപ്പം അവിടെ നോക്കിയപ്പോൾ കണ്ടൊരു കാര്യമെന്ന് പറഞ്ഞാൽ മൺഡേ അഥവാ ആരെങ്കിലും ലൈറ്റ് ഹൗസിൽ പോകണമെങ്കിൽ മൺഡേ അവധിയാണ്. അത് നോട്ട് ചെയ്ത് വെച്ചോ, മൺഡേ ചെന്നിട്ട് കാര്യമില്ല, ഓപ്പൺ അല്ല. അപ്പം എന്താ കണ്ടേ, ഇവിടെ വെളിയിൽ നിന്ന് മക്കളെ കാണിച്ചു കൊടുത്ത് മൂത്ത ആൾ പോയിട്ടുണ്ട്, പക്ഷേ മറ്റൊരു രണ്ടുപേരും പോയിട്ടില്ല. ഇതിന് മുന്നേ 1-2 പ്രാവശ്യം നമ്മൾ പാർക്കിൽ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ട് വന്നില്ലായിരുന്നു ലൈറ്റ് ഹൗസിലോട്ട്. അതുകൊണ്ട് തന്നെ മക്കൾ രണ്ടുപേരും ഇളയ രണ്ടുപേരും ലൈറ്റ് ഹൗസിൽ കയറിയിട്ടില്ല. അപ്പോൾ നമ്മുടെ അഴീക്ക് ലൈറ്റ് ഹൗസിൽ പോയിട്ടുണ്ട്, അവർ കയറിയിട്ടുണ്ട്, ഒരുപാട് തവണ കയറിയിട്ടുണ്ടെങ്കിലും അവിടെ പോയിട്ടില്ല. പിന്നെ ഇത് കാണിക്കുന്നത് ഞാൻ സെക്കൻഡ് ഡേയിലാണ്. അന്ന് നമ്മൾ അനിയത്തിയുടെ വീട്ടിൽ സ്റ്റേ ചെയ്ത് കൊല്ലത്ത്. പിറ്റേന്ന് രാവിലെ 1-2 ആവശ്യങ്ങൾക്കായിട്ട് ഞങ്ങൾ പോയതാണ്. ഇത് NS ഹോസ്പിറ്റൽ. എൻ്റെ ഫസ്റ്റ് 2 ഡെലിവറിയും ഇവിടെ ആയിരുന്നു. തേർഡ് വൺ മെഡിസിറ്റിയിലായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണെന്ന് പറഞ്ഞാൽ 15 വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ട ദിവസമാണ്. എനിക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു ഇന്ന്. അതുപോലെ തന്നെ ഇന്ന് എനിക്ക് വേറൊരു ഫ്രണ്ടിനെയും കൂടെ മീറ്റ് ചെയ്യാൻ പറ്റി. അതും നമ്മുടെ സ്കൂൾമേറ്റാണ്. അതും ഞങ്ങൾ നല്ല തിക്ക് ഫ്രണ്ട്സായിരുന്നു. അവളെയും കാണാൻ പറ്റി. ഇവിടെ നമ്മൾ വന്നത് അവളുടെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടെന്ന്. അവളുടെ ഡെലിവറി കഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പം മോനിക്ക് ഒരു ഗിഫ്റ്റ് മേടിക്കാനായിട്ട് കയറിയതാണ്. അവിടെ കയറി മോനിക്ക് ഗിഫ്റ്റ് മേടിക്കാനാണ് കയറിയെങ്കിലും ഞാനും 1-2-3 ഡ്രസ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. പക്ഷേ ഒന്നും ശരിയായില്ല, അതുകൊണ്ട് എടുത്തില്ല. അപ്പം അപ്പൂസ് ബേബിയെ കാണാം എന്ന് പറഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ ബേബിയെ കാണാൻ ഇറങ്ങിയത്. അപ്പം മൂത്ത 2 പേരും അനിയത്തിയുടെ അങ്ങ് നിൽക്കുമായിരുന്നു. മക്കൾ അവധിയായതുകൊണ്ട് അവിടുത്തെ മക്കളുണ്ട്, അവരുമായിട്ട് കളിക്കുമായിരുന്നു. ഇവനെയും കൊണ്ടാണ് ഇറങ്ങിയത്. അപ്പം ഞങ്ങൾ അവിടുന്ന് സാധനമൊക്കെ മേടിച്ചുകൊണ്ട് പോയി. പക്ഷേ ഞാൻ ഫ്രണ്ടിനെ കണ്ടതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നല്ല, ഞാൻ എടുത്തിട്ടില്ല. കാരണം എനിക്ക് അത്രയും സ്പെഷ്യൽ ഒരു മൊമെൻ്റാണ് അവളെ കണ്ടതെന്നും അവളുമായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതുമൊക്കെ. അപ്പം നമ്മളത് കണ്ടൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെന്നു എന്ന് അവൾക്ക് തോന്നരുതെന്നല്ല, എനിക്കും അങ്ങനെ അതിനകത്തൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങളെ കുറച്ച് പ്രൈവറ്റ് നിമിഷങ്ങൾ വീഡിയോയിൽ ഇടണ്ടെന്ന് വിചാരിച്ചത്. ഞങ്ങൾ കുറേ നേരം സംസാരിച്ച് എന്നെ കൊണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടാക്കി കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് വന്നത്. എങ്കിലും ഞങ്ങൾ കണ്ട കാര്യങ്ങളൊന്നും പറഞ്ഞു തീർന്നില്ല. എന്നാൽ പോലും കുറച്ച് നേരം ഇരിക്കാൻ പറ്റി. ഇൻഷാ അള്ളാ ഇനി ചെല്ലുമ്പോൾ അവൾ വീട്ടിലുണ്ടെങ്കിൽ അവളെ കെട്ടിച്ചേക്കുന്നത് ഓയൂരാണ്. അപ്പം വീട്ടിലുണ്ടെങ്കിൽ കാണാൻ വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പേര് ഷെഹിന എന്നാണ്, ഹസ്ബൻഡിൻ്റെ പേര് ഷാജി എന്നാണ്. ഞങ്ങൾ സെലക്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ അപ്പൂസ് അതിൽ നിന്ന് ഡ്രസ്സുകളെല്ലാം ഓരോന്ന് എടുത്തിടുന്നുണ്ട് കേട്ടോ. വലിച്ചു വാരി ഓരോന്ന് ഇടുന്നുണ്ട്. ഞാൻ തിരിച്ചെടുത്ത് വെക്കും. വീണ്ടും ഞാൻ അവൻ്റെ പുറകെ നടക്കുമായിരുന്നു. ഇതെടുക്കും, തിരിച്ചു വെക്കും, വീണ്ടും ഇതെടുക്കും, തിരിച്ചു വെക്കും. അങ്ങനെ പറക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇക്കയാ സെലക്ട് ചെയ്തെല്ലാം ഡ്രസ്സ്.
ഞാൻ 1-2 ഡ്രസ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കിയെങ്കിലും എല്ലാത്തിനും കൈക്ക് ഞാൻ ഉദ്ദേശിച്ച അത്രയും ഇറക്കമില്ലായിരുന്നു. ഞാൻ 3/4 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒന്നും എടുത്തില്ല. ടൈറ്റായിരുന്നു, പക്ഷേ അതിൻ്റെ നെക്സ്റ്റ് സൈസ് എടുത്താൽ മതിയായിരുന്നെങ്കിൽ കൈ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനൊന്നും എടുത്തില്ല. അവിടുന്ന് നേരെ കൊല്ലം പള്ളിമുക്ക് ക്വിക്സൈൽ വന്നു. അത്യാവശ്യം വലിയൊരു ഹൈപ്പർ മാർക്കറ്റാണ് കേട്ടോ, നല്ല ഹൈപ്പർ മാർക്കറ്റാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോണത്. അവിടെ കയറി ചെല്ലുമ്പോഴേ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. ഇതിപ്പം കുറച്ച് വെജിറ്റബിൾസ് അനിയത്തിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കയറി മേടിക്കാമെന്ന് വിചാരിച്ചു. വെജിറ്റബിൾസും മട്ടനൊക്കെ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ കയറി ഞങ്ങൾ അവൾക്ക് വേണ്ടുന്ന സാധനം മേടിച്ചു. കയറിയപ്പോഴത്തേക്കും അപ്പൂസിൻ്റെ അവസ്ഥ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയണക്ക. എന്തെടുക്കണം ഏതെടുക്കണം എന്നറിയാൻ വയ്യ. അവനെയും കൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ വീടിൻ്റെ പ്രമാണം എടുത്തുകൊണ്ട് വരേണ്ട അവസ്ഥയാണ്. പണയം വെച്ചല്ലേ കാശുമായിട്ട് വരേണ്ട അവസ്ഥയാണ്. അവൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് അവന് അറിയത്തില്ല. അവിടെ ഇരിക്കുന്ന സാധനം മൊത്തം അവനിക്ക് വേണം. ഞാനതുകൊണ്ട് മാക്സിമം മക്കളെയും കൊണ്ട് സൂപ്പർ മാർക്കറ്റിലോട്ട് പോകാറില്ല. ഇതിപ്പോൾ ഒരു അത്യാവശ്യം ആയതുകൊണ്ടാണ് അവനെയും കൊണ്ട് ഇറങ്ങിയത്. കുറേ പച്ചക്കറിയൊക്കെ മേടിക്കാനുള്ളതെല്ലാം മേടിച്ചു. പിന്നെ 1-2 സാധനങ്ങൾ നമുക്കും വീട്ടിലേക്ക് വേണമായിരുന്നു, അതും മേടിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മുടെ ഷോർട്സ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ ലോങ് വീഡിയോയും എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തത് തിങ്കളാഴ്ചയായിരുന്നു. ഫസ്റ്റ് 2 ഡേയ്സ് കൊണ്ട് നമ്മുടെ 1 kg കുറഞ്ഞായിരുന്നു. പക്ഷേ ഞാൻ ബുധനും വ്യാഴനും പുറത്തായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ വീട്ടിലല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഡയറ്റൊന്നും കറക്റ്റായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് വെയിറ്റും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നില്ല ഇതിനകത്ത്. വലിയ കുറവൊന്നും വന്നിട്ടില്ല. ആ ഒരു 86 ആ റേഞ്ചിൽ തന്നെ നിൽക്കുകയാണ്. അപ്പം ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എൻ്റെ വെയിറ്റും കാര്യങ്ങളുമൊക്കെ കാണിക്കാം. ഇത് പീനട്ട് ബട്ടറാണ് കേട്ടോ, മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ക്രഞ്ചിയും ക്രീമിയും എടുത്തത്. അവിടെ നല്ല ഓഫർ ഉള്ളതുകൊണ്ടാണ് കേട്ടോ അത് രണ്ടും എടുത്തത്. അല്ലെങ്കിൽ ഞാൻ ഒരെണ്ണം എടുക്കത്തുള്ളായിരുന്നു. അപ്പോൾ ഓഫറുണ്ട്. അപ്പോൾ ഇക്ക പറഞ്ഞ് കുഴപ്പമില്ല എടുത്തോളാൻ പറഞ്ഞ്. അപ്പോൾ പിള്ളേർക്ക് നല്ലതാണ്, നല്ല ഹെൽത്തി ആയതുകൊണ്ട്. ബ്രെഡിൻ്റെ കൂടെയും അവർക്ക് നമ്മൾ കയ്യൊറോട്ടിയോ പലകയൊറോട്ടിയൊക്കെ ഉണ്ടാക്കുമ്പം ആ ഒറോട്ടിയുടെ കൂടെയും എല്ലാം അവർ കുബൂസിൻ്റെ കൂടെയൊക്കെ അവരത് തേച്ച് കഴിച്ചോളും. അപ്പോൾ കറിയൊന്നും വേണമെന്നില്ല. അതുകൊണ്ടാണ് ഞാനത് രണ്ടും എടുത്തത്. ബേക്കറി സെക്ഷനിലും അത്യാവശ്യം നല്ല സ്വീറ്റ്സ്, നമ്മൾ വെറൈറ്റി ഓഫ് അലുവയൊക്കെ, ഫിഗിൻ്റെ അലുവയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഫിഗിൻ്റെ അലുവയൊക്കെ. പിന്നെ അവിടെ അനിയത്തിയുടെ വീട്ടിൽ പോയി തിരിച്ച് ഞങ്ങൾ കരുനാഗപ്പള്ളിയിലോട്ട് വരുന്ന വഴിക്ക് ചെറിയൊരു പാർക്കുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറിയിട്ട് അവർക്ക് കളിക്കണമെന്ന് പറഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്ന് കളിച്ച്. അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ആ വീഡിയോയിൽ എൻ്റെ വെയിറ്റും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ആദ്യം നമുക്ക് പെട്ടെന്ന് വെയിറ്റ് കുറയും. ആദ്യം നമ്മൾ ആ വാട്ടർ വെയിറ്റ് ലോസ് ആവുന്നതാണ്. അപ്പം അത് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര പാടായിരിക്കും കുറയാൻ. അപ്പോൾ എൻ്റെ ഈ 2 ദിവസത്തെ ഡയറ്റൊന്നും കറക്റ്റ് ചെയ്തിട്ടില്ല. വീണ്ടും ഞാൻ ഡയറ്റിലോട്ട് കയറിയതിന് ശേഷം കറക്റ്റ് ചെയ്ത് ഞാൻ വെയിറ്റ് ഇടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് 1 മന്ത് കൊണ്ടൊരു 5 kg എങ്കിലും കുറയ്ക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. നടക്കുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പം ബൈ ബൈ, അസ്സലാമു അലൈക്കും.